നാറ്റോ സൈനിക സഖ്യത്തിന്റെ പാത പിന്തുടർന്ന് മറ്റൊരു പ്രതിരോധ സഖ്യം കൂടി രൂപം കൊണ്ടു. സുന്നി ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളായ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും വിശുദ്ധ നഗരമായ മക്കയിൽ സുപ്രധാന പ്രതിരോധ കരാർ ഒപ്പിട്ടതോടെയാണ് പുതിയ ശാക്തിക ചേരി രൂപം കൊണ്ടത്. മധ്യപൂർവേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനുമിടയിൽ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന തന്ത്രപരമായ പ്രതിരോധ കരാറിനെ ഇസ്ലാമിക നാറ്റോ എന്നും സുന്നി നാറ്റോ എന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെയുള്ള വിദേശ ആക്രമണത്തെ കൂട്ടായി പ്രതിരോധിക്കുമെന്ന് കരാറിലെ പ്രധാന വ്യവസ്ഥ. വ്യത്യസ്ത താൽപ്പര്യങ്ങളുമായി ഒരുമിച്ചുകൂടിയ 3 രാജ്യങ്ങളുടെയും കൂട്ടായ്മയ്ക്ക് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയും? നാറ്റോയുടെയും അമേരിക്കയുടെയും സൈനിക സഹായങ്ങൾ ഉണ്ടായിരിക്കെ ഇസ്ലാമിക രാജ്യങ്ങൾ പുതിയ സഖ്യത്തിന് ഇറങ്ങിത്തിരിച്ചതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുമായി നല്ല ബന്ധം പിന്തുടരുന്ന സൗദി അറേബ്യ പാകിസ്ഥാന്റെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാകുമോ? സുന്നി നാറ്റോയ്ക്കെതിരെ ഇന്ത്യ ഒരുക്കുന്ന ചാണക്യ തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? അറിയാം അടുത്ത വാർത്തയിലൂടെ. അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും അംഗങ്ങളായുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ എന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ സഖ്യത്തെ എല്ലാ തരത്തിലും പകർത്തി മറ്റൊരു സൈനിക സഖ്യം കൂടി രൂപം കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിരോധ സഖ്യത്തിൽ ഒപ്പിട്ടത് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനുമാണ്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്ന തന്ത്രപരമായ പ്രതിരോധ കരാറാണ് ഈ സഖ്യത്തിന്റെ അടിത്തറ. സൗദിയിലെ വിശുദ്ധ നഗരമായ മക്കയിൽ നടന്ന ഉച്ചകോടിയിലാണ് മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് നിലവിൽ വന്നത്. 3 രാജ്യങ്ങളും സ്വാധീനമുള്ള സുന്നി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണെന്നതിനാൽ ഈ കൂട്ടായ്മയ്ക്ക് സുന്നി നാറ്റോ എന്ന വിശേഷണവുമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരാണ് ഉച്ചകോടിക്ക് നേതൃത്വം നൽകി കരാറിൽ ഒപ്പുവെച്ചത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബാഹ്യശക്തികളുടെ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കി സംയുക്തമായി പ്രതിരോധിക്കും. US ഇറാൻ യുദ്ധവും പേർഷ്യൻ ഉൾക്കടൽ, ചെങ്കടൽ മേഖലകളിലെ സംഘർഷങ്ങളും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് പ്രാദേശിക സുരക്ഷ ശക്തമാക്കാൻ 3 പ്രമുഖ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചത്. വർഷങ്ങളായി ചർച്ചയിലായിരുന്ന പ്രതിരോധ സഖ്യം ഈ മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വേഗത്തിൽ യാഥാർത്ഥ്യമായതെന്ന് വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെയും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെയും ബാധിച്ച അമേരിക്ക ഇറാൻ സംഘർഷവും സഖ്യത്തിനായുള്ള വേഗം കൂട്ടി. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുക, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുക, സംയുക്ത സൈനിക പരിശീലനങ്ങൾ നടത്തുക എന്നിവയും കരാറിന്റെ ഭാഗമാണ്. കരാർ തികച്ചും പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും മറ്റു പ്രാദേശിക രാജ്യങ്ങൾക്കും ഭാവിയിൽ സഖ്യത്തിന്റെ ഭാഗമാകാമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏഷ്യയിലെയും മധ്യപൂർവേഷ്യയിലെയും നിർണായക സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ് ഈ സഖ്യം. ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയും പ്രമുഖ ആയുധ ഇറക്കുമതിക്കാരുമായ സൗദി അറേബ്യ, നാറ്റോയിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയും അത്യാധുനിക ആയുധ നിർമ്മാണ ശേഷിയുമുള്ള തുർക്കി, ലോകത്തിലെ ഏക ആണവായുധ മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ എന്നിവരുടെ ഒരുമിക്കൽ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും വിലയിരുത്തുന്നു. പശ്ചിമേഷ്യൻ, യൂറേഷ്യൻ, ദക്ഷിണേഷ്യൻ സുരക്ഷാ മേഖലകളിലെ ശാക്തിക സന്തുലനത്തെ പുനർനിർവചിക്കുകയാണ് കരാർ ഒപ്പിട്ടതോടെ സംഭവിച്ചിരിക്കുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയിൽ നിന്ന് കിട്ടിയിരുന്ന പഴയ സുരക്ഷാ ഉറപ്പിൽ പല ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന വിശ്വാസ്യത കുറഞ്ഞു വരികയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച സംഘർഷത്തിലൂടെ ഉണ്ടായ പ്രാദേശിക അസ്ഥിരതയാണ് സൗദി അറേബ്യയും തുർക്കിയെയും പുതിയ സുരക്ഷാ അച്ചുതണ്ട് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതെന്നും വിലയിരുത്തുന്നു. സൗദിയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വന്തം പ്രതിരോധ ശേഷി ഉറപ്പിക്കാൻ സൗദി അറേബ്യ മുന്നിട്ടിറങ്ങിയത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് മാത്രമേ ആണവായുധങ്ങൾ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അമേരിക്കയിൽ നിന്ന് ആണവ പിന്തുണ കിട്ടില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി ചേർന്ന് ആണവ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടെന്ന് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്.
UAE പേടിപ്പിക്കാൻ വേണ്ടി സൗദി മുന്നിട്ട് രൂപീകരിച്ച ഇസ്ലാമിക നാറ്റോ ആണ് സൗദിയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ചതെന്നും ആരോപണമുണ്ട്. ഒരു മാസം മുൻപേ നാറ്റോ മാതൃകയിൽ ഒരു ഇസ്ലാമിക നാറ്റോ നിലവിൽ വന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇറാൻ സൗദിയെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനോ തുർക്കിയോ അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുന്നുവെന്ന അഭ്യൂഹം പരന്നതോടെയാണ് സൗദിയെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കരാറിൽ ഒപ്പുവെച്ചതെന്നും പറയുന്നു. മൂന്ന് രാജ്യങ്ങൾക്കും അവരുടെ വിദേശനയ ലക്ഷ്യങ്ങളിലും ആഭ്യന്തര നയങ്ങളിലും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് സഖ്യകരാറിൽ ഒപ്പിട്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും കരസേനയ്ക്ക് ആവശ്യമായ ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനുമാണ് പാകിസ്ഥാൻ ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. തുർക്കിയാകട്ടെ തങ്ങളുടെ വളർന്നുവരുന്ന പ്രതിരോധ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് സുസ്ഥിരമായ വിപണി കണ്ടെത്താനും ആഫ്രിക്കയിലും ഏഷ്യയിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള സാധ്യതയാണ് തേടുന്നത്. സൗദിയാകട്ടെ അവരുടെ സാമ്പത്തിക ശേഷി വിദേശ സൈനിക ശേഷിയുമായി ബന്ധിപ്പിച്ച് പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ മേൽക്കൈ നേടാനും ശ്രമിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഒരേ സമയം ഇറാന്റെയും ഇസ്രായേലിന്റെയും സ്വാധീനം വർദ്ധിക്കുന്നത് തടയുക എന്നത് മൂന്ന് പേരുടെയും പൊതുവായ ആവശ്യവുമാണ്. അതേസമയം പാകിസ്ഥാനും തുർക്കിയും വിചാരിക്കുന്നത് പോലെ സഖ്യം കൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാമെന്ന മോഹം നടക്കില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം സഖ്യത്തിലെ പരസ്പര സഹകരണത്തിന്റെ ശക്തി കുറയ്ക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങളിൽ സൗദിക്ക് അകലം പാലിക്കേണ്ടി വരുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാനുമായി സഹകരിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള വൻകിട സാമ്പത്തിക ഇടപാടുകൾ ഉപേക്ഷിക്കാൻ സൗദി അറേബ്യ തയ്യാറാകില്ല. ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം വീണ്ടും ഏറ്റെടുക്കാനുള്ള തുർക്കിയുടെ മോഹങ്ങളും സഖ്യത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകും. ഇസ്ലാമിക സഖ്യം മുന്നിൽ കണ്ട് ഇന്ത്യ ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ഭൗമരാഷ്ട്രീയ നീക്കം അർമേനിയയുമായുള്ള സൈനിക പങ്കാളിത്തമാണ്. തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് അസർബൈജാനെ സൈനികമായി ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യ അർമേനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധദാതാവായി മാറി. ഏഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഈ സഖ്യത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുകയാണ് ഇന്ത്യ. ത്രിരാഷ്ട്ര കൂട്ടായ്മ ഒരു നയതന്ത്ര പരീക്ഷണം എന്നതിലുപരിയായി സുരക്ഷാ വെല്ലുവിളി എന്ന നിലയിൽ ഇന്ത്യ പരിഗണിച്ചേക്കും.